പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിലൂടെ ഇങ്ങനെയാണ് തിരുവചനം സംസാരിക്കുന്നത്. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. മനുഷ്യരായ നമ്മുടെ പ്രവണത തന്നെയാണ് തിരുവചനം വ്യക്തമാക്കുന്നത്. അന്യായമായി നമ്മളെ മറ്റുള്ളവർ പീഡിപ്പിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും തിരിച്ച് പ്രതികരിക്കുക എന്നത് മനുഷ്യരായ നമ്മുടെ ഒരു പ്രവണതയാണ്. എന്നാൽ ഈ പ്രകോപനത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് ആ വേദനയെ ക്ഷമാപൂർവം സഹിക്കുവാനാണ്. നിരപരാധിയായിരുന്നിട്ടും നമ്മുടെ രക്ഷയെ പ്രതി പീഡകൾ ഏറ്റുവാങ്ങിയ ഈശോ ചാട്ട അടികളിലും പീഡകളിലും ക്ഷമയോടെ മൗനം പാലിച്ച കർത്താവ് നമ്മളെയും വിളിക്കുന്നത് ഈ ക്ഷമയിലേക്കാണ്. അന്യായമായി നമ്മൾ വേദനകൾ ഏറ്റുവാങ്ങുമ്പോൾ അവിടെ മാനുഷിക വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാതെ ദൈവചിന്തയോടെ ആ വേദനയെ ക്ഷമാപൂർവം സഹിച്ചാൽ അത് നമ്മുടെ അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ ഏറ്റുവാങ്ങിയ എല്ലാ മുറിവുകളെയും വേദനകളെയും നമുക്ക് കൊടുക്കാം. ആ വേദനകളെ ഈശോയ്ക്ക് കൈമാറാം. അവിടുത്തെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം. ക്ഷമാശീലനായ കർത്താവ് നമ്മളിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിറയ്ക്കട്ടെ. ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ക്ഷമയിലൂടെ ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.